ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ബേസ് തിയറത്തിൻ്റെ അന്ന് 5 ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയുള്ളൂ. ബാക്കി 5 ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് നോക്കിയിട്ട് പിന്നെ ആദ്യം പഠിച്ച കാര്യങ്ങൾ പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് അന്ന് ഒരു ക്ലാസ്സിൽ ഞാൻ റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് കുറച്ച് പേര് നമ്മൾ കുറച്ച് അരമണിക്കൂറൊക്കെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലേ. അതിലുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്യാം. പിന്നെ കുറച്ചുകൂടി വെറൈറ്റീസ് ആയിട്ട് ഈ NCN വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതായത് നമ്മുടെ NCR വരുന്നത് കോമ്പിനേഷൻ വരുന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് പ്രോബബിലിറ്റിയിൽ വരുന്നുണ്ട്. പെർമുട്ടേഷൻ കോമ്പിനേഷൻ്റെ ചെറിയൊരു ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് അതൊന്ന് നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം കേട്ടോ. കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഒന്ന് സ്പീഡിൽ ഇനി പോകുന്നത് ഇതിൽ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്ക്രീന് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ വരുന്ന സ്ക്രീനിൽ നിങ്ങൾ ചെറുതാക്കിയിട്ട് ഞാൻ ബോർഡിൽ എഴുതുന്ന സ്ക്രീനില്ലേ അതിനൊന്ന് വലുതാക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ അല്ലേ? അതിൽ നിങ്ങൾക്ക് പ്രസ് ചെയ്താൽ മാറ്റാൻ പറ്റും. ജസ്റ്റ് അതിൽ ടച്ച് ചെയ്താൽ 3 ഡോട്ടിലെടുത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ ഇൻ ഫുൾ സ്ക്രീൻ എന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ഞെക്കിയാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ സ്ക്രീനിനെ ക്വസ്റ്റ്യൻ വരുന്ന സ്ക്രീനിനെ നിങ്ങൾ ചെറുതാക്കിയിട്ട് ഞാൻ പറയുന്ന എൻ്റെ വൈറ്റ് ബോർഡ് കാണുന്ന സ്ക്രീനെ വലുതാക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ +2 ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്താണ്, ഒരു ഫാക്ടറിയിൽ 3 മെഷീൻസ് ഉണ്ട്. മെഷീൻസ് ഒരു ഫാക്ടറിയിൽ ബോൾട്ടുകൾ നിർമ്മിക്കുന്നു. ABC എന്നീ യന്ത്രങ്ങൾ യഥാക്രമം 25%, അതായത് ABC എന്ന് പറയുന്ന 3 മെഷീൻ ഉണ്ട്. അത് യഥാക്രമം 25%, 35%, 40% ബോൾട്ടുകൾ നിർമ്മിക്കുന്നു. അതിൽ 5%, അതുപോലെ 4%, 2% ബോൾട്ടുകൾ കേടായവയാണ്. അതായത് ഒരു ബോൾട്ട് ഉണ്ടാക്കുമ്പോൾ അതിൽ ഡിഫക്റ്റീവ് ആകുന്നുണ്ട് 5%. ഒന്നാമത്തെ മെഷീൻ്റെ ഉള്ളിൽ ഫസ്റ്റ് മെഷീൻ്റെ ഉള്ളിൽ 5% ആൾക്കാർ ഡിഫക്റ്റീവാണ്. സെക്കൻഡ് മെഷീനിൽ 4%, തേർഡ് മെഷീനിൽ 2% ഡിഫക്റ്റീവായി മാറുന്നു. ഇതിൽ നിന്ന് മുൻവിധിയില്ലാതെ റാൻഡമായിട്ട് ഒരു ബോൾട്ട് എടുത്തു. ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യനാണ്. ഈ ബോൾട്ട് കേടായത് ആകാനുള്ള സാധ്യത എന്ത്? അതായത് ഈ ബോൾട്ട് ഡിഫക്റ്റീവ് ആകാനുള്ള ചാൻസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ഡിഫക്റ്റീവ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഇവിടെ E1 എന്ന് പറയുന്ന ഈവൻറ്റ്, E1 be the event സെലക്ടിങ് മെഷീൻ എ, ഒന്നാമത്തെ മെഷീൻ എടുക്കുന്ന ഈവൻറ്റിനെ E1 എന്ന് വിളിച്ചു. E2 be the event സെലക്ടിങ് മെഷീൻ ബി, രണ്ടാമത്തെ മെഷീൻ എടുക്കുന്നതിനെ നമ്മൾ E2 എന്ന് വിളിച്ചു. E3 be the event സെലക്ടിങ് മെഷീൻ സി, മെഷീൻ സീനെ നമ്മൾ E3 എന്നും വിളിച്ചു. സ്റ്റെപ്പ് ഇങ്ങനെയാണ്, നമുക്ക് സ്റ്റെപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് പറഞ്ഞാൽ മതി P of E1 എന്ന് എഴുതി വെച്ചാൽ മതി. P of E1 എത്രയാണ്? 25%. ഒന്നാമത്തെ മെഷീൻ ഉണ്ടാക്കുന്നത് എത്രയാണ്? 25%. അപ്പോൾ P of E1 എത്രയാണ്? 25%. 25%നെ 25/100 വെട്ടിക്കളഞ്ഞിട്ട് 1/4 ഒക്കെ ആക്കാം. പക്ഷേ അത് റിസ്ക് ആണ്. നമുക്ക് വെട്ടിക്കളയാതിരിക്കുക നല്ലത്, കാരണം നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകല്ലേ. അപ്പോൾ ഇതാണ് ബെസ്റ്റ്. ഓക്കെ, P of E2 കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടിക്കളയാമായിരുന്നു, പക്ഷേ ക്യാൻസൽ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. 35/100. P of E3, കാരണം എല്ലാത്തിൻ്റെ ഡിനോമിനേറ്റർ ഒരേപോലെ ആക്കാനാണ്, വേറെ ഒന്നുമില്ല കേട്ടോ. നമുക്ക് കാൽക്കുലേഷൻ കുറച്ച് സിമ്പിളാക്കാൻ വേണ്ടിയിട്ടാണ് ഡിനോമിനേറ്റർ ക്യാൻസൽ ചെയ്യാതിരിക്കുക, നമ്മുടെ സേഫ്റ്റിക്ക് അതാണ് നല്ലത്. ക്ലിയർ? അപ്പോൾ ഡിനോമിനേറ്റർ എല്ലാം ഒരുപോലെ വരും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണേ. കുഴപ്പമില്ല ടീച്ചറെ, അത് ചെയ്ത് ക്യാൻസൽ ചെയ്തെന്ന് ഡൗട്ട് ഉണ്ട് എനിക്ക്, അതുകൊണ്ടാണ് അത് അങ്ങനെ വന്നത് കേട്ടോ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? രണ്ടാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്? ഇതിൽ തന്നെ ചില ബോൾട്ടുകൾ ഡിഫക്റ്റീവായി മാറുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഡിഫക്റ്റീവ് കേടാകുന്നുണ്ട് എന്നല്ലേ. നമ്മളിപ്പോൾ ബൾക്കായിട്ട് ഒരു പെന്നിൻ്റെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജ് പഠിക്കുമ്പോൾ വാങ്ങിക്കാറുണ്ട് അല്ലേ. ഒരു ഡസൻ 2 രൂപയുടെ പെന്നൊക്കെ ഉണ്ട് വാങ്ങിക്കും. അപ്പോൾ അതിൽ ചിലതൊക്കെ എഴുതാത്തൊക്കെ ഉണ്ടാവും. അതുപോലെ ഈ ബോൾട്ടിൽ ഡിഫക്റ്റീവ് ആകുന്നുണ്ട്. അപ്പോൾ ആ ഡിഫക്റ്റീവ് ആകുന്നതാണ് നമ്മുടെ ടേണിംഗ് പോയിൻ്റ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനിലും ഒരു സ്പെഷ്യൽ കാര്യം അവിടെ എടുത്ത് പറയും.
അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മനസ്സിലായി? എല്ലാ ക്വസ്റ്റിനും അങ്ങനെയാണ്. ഒരു സ്പെഷ്യൽ തിങ് അവർ പറഞ്ഞിട്ടുണ്ടാവും, അതിനെ നമ്മൾ പിടിക്കുക. ആ സാധനമാണ് നമ്മൾ ആദ്യം ക്യാച്ച് ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലാക്കണം. അതാണ് നമ്മൾ ക്വസ്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡിഫക്റ്റീവ് ആകുന്നു, കേടാകുന്നു, ചില ബോൾട്ടുകൾ കേടാകുന്നുണ്ട്. ആ കേടാകാനുള്ള സാധ്യതയെ എ എന്ന് കൊടുത്തു. അപ്പോൾ എ ബി ദി ഈവൻറ്റ് സെലക്ടിങ് അല്ലെങ്കിൽ ഡ്രോയിങ് ഡിഫക്റ്റീവ് ബോൾട്ട്. ഡിഫക്റ്റീവ് ബോൾട്ടിനെ എടുക്കുന്നതിനെ നമ്മൾ എന്ത് വിളിച്ചു? എ എന്ന് വിളിച്ചു. അപ്പോൾ പി ഓഫ് എ ഡിഫക്റ്റീവ് ആകാനുള്ള ചാൻസ് 3 അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? മൂന്ന് കാര്യത്തിൽ എന്തുണ്ട്? പി ഓഫ് എ വരുന്നുണ്ട്. ശരിയല്ലേ? ഈ 3 കേസിലും പി ഓഫ് എ വരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ മെഷീനിൽ ഡിഫക്റ്റീവ് ആകുന്നതിന് എ ഗിവൺ E1, അതിനെയാണ് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് വിളിക്കുന്നത് അല്ലേ? പി ഓഫ് എ ഗിവൺ E1 ഈക്വൽ ടു 5%. നമ്മുടെ സേഫ്റ്റിക്ക് 5/100 എന്ന് മാത്രം എഴുതിയാൽ മതി. പി ഓഫ് എ ഗിവൺ E2 എത്രയാണ്? 4%. ഇപ്പോൾ എത്ര വരിക? 4/100. പി ഓഫ് എ ഗിവൺ E3 എത്ര വന്ന്? 2%. 2/100. വെട്ടിക്കളയാൻ നിൽക്കരുത്, ഇങ്ങനെ 100ലേക്ക് എടുക്കുക നല്ലത് കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യൻ്റെ ഉള്ളിലുണ്ടാവും, നമ്മളായിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനിയാണ് ക്വസ്റ്റ്യൻ. ഇനിയാണ് നമ്മുടെ പ്രോബ്ലം തുടങ്ങുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ബോൾട്ട് ഈസ് ഡിഫക്റ്റീവ്? അതായത് ആ എടുത്ത ബോൾട്ട് കേടാകാനുള്ള സാധ്യത എന്തെന്നാണ്. അതായത് പി ഓഫ് എ ഗിവൺ E1 എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കേടാവുന്നതാണ് അല്ലേ? ഇത് ഒന്നാമത്തേൽ കേടാവാനുള്ള എന്ത് പറഞ്ഞാൽ പ്രോബബിലിറ്റി. ഇതോ രണ്ടാമത്തേൽ കേടാവാനുള്ള പ്രോബബിലിറ്റി. ഇതോ മൂന്നാമത്തേൽ കേടാവാനുള്ള പ്രോബബിലിറ്റി. മനസ്സിലായോ? അപ്പോൾ ഇത് മൊത്തത്തിൽ കേടാവാൻ എന്ന് പറഞ്ഞാൽ ഇത് 3 കൂടിയിട്ട് കൂട്ടുന്ന പോലെ അല്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, കളിക്കുക? ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് വിളിക്കുക. അതായത് ഇത് ഇൻറ്റു ഇത് പ്ലസ് ഇത് ഇൻറ്റു ഇത് പ്ലസ് ഇത് ഇൻറ്റു ഇത്. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് പി ഓഫ് എ E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1, ഇതിനെയാണ് നമ്മൾ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് വിളിക്കുന്നത്. പ്ലസ് പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2 പ്ലസ് പി ഓഫ് E3 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 25/100 ഇൻറ്റു 5/100 പ്ലസ് 35/100 ഇൻറ്റു 4/100 പ്ലസ് 40/100 ഇൻറ്റു 2/100. ശരിക്കും പറഞ്ഞാൽ PSC എക്സാമിന് നിങ്ങൾ ഈ സ്റ്റെപ്പ് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഇങ്ങനെയൊന്നും കാണിക്കണ്ടേ? ഈ ഒരൊറ്റ സ്റ്റെപ്പ് ഇതേ മനസ്സിലായല്ലോ? ആ ഇൻറ്റുവിന് സ്റ്റെപ്പ് മാത്രം കാണാം. എല്ലാത്തിൻ്റെ ഡിനോമിനേറ്റർ എന്താണ്? 100 × 100 അല്ലേ? അപ്പോൾ 1000 ആയില്ലേ? എല്ലാത്തിൻ്റെ ഡിനോമിനേറ്റർ 10,000 അല്ലേ? 100 × 100 100 × 100 100 അല്ലേ? ന്യൂമറേറ്റർ കൂട്ടിയാൽ മതി. 25 × 5 125 അല്ലേ? പ്ലസ് 35 × 4 4 3 12 120 140 140 അല്ലേ? 4 20 140 2 4 80. അപ്പോൾ എത്ര വരിക? കൂട്ടുമ്പോൾ 140 80 220 സോറി 220 125 220 അല്ലേ? 345 അല്ലേ? 345/1000. അപ്പോൾ 0.0345. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലായോ? ഓപ്ഷനിൽ 0.0345 എന്നായിരിക്കും. മനസ്സിലായോ? അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ. മനസ്സിലായോ? അവസാനത്തെ സ്റ്റെപ്പിൽ ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, റേഷൻ നമ്പറിൽ തന്നെ പോട്ടെ. അപ്പോൾ ഇതാണോ ടീച്ചർ ആൻസർ കിട്ടിയത്? ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഡൗട്ട് ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞാൽ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ബോൾട്ട് ഈസ് ടേക്കൺ ഫ്രം മെഷീൻ ബി? ആ എടുത്ത ബോൾട്ട് രണ്ടാമത്തെ മെഷീനിൽ നിന്ന് വരാനുള്ള സാധ്യത എന്ത് എന്ന് ചോദിച്ചാലാണ്
ബേസ് തിയറം. അതായത് രണ്ടാമത്തെ മെഷീൻ മുകളിൽ വരണം, എടുത്ത ബോൾട്ട് ഡിഫക്റ്റീവ് ആണ്. കണ്ടോ, അതിനെയാണ് E2 ഗിവൺ എ എന്ന് പറയുക. എ ഗിവൺ E2 അല്ല, നമ്മൾ എടുക്കുന്നത് രണ്ടാമത്തെ മെഷീൻ. മനസ്സിലായോ? ഗിവൺ എ, അതായത് എടുത്ത ബോൾട്ട് ഡിഫക്റ്റീവ് ബോൾട്ട് രണ്ടാമത്തേന്ന് എടുക്കുന്നു. അപ്പോൾ എ ഗിവൺ E2നെ തിരിച്ചിട്ടാൽ മതി. മനസ്സിലായോ? ഇതാണ് ബേസ് തിയറം. ബേസ് തിയറം പറയുന്നത് എന്താണ്? P of E2 ഇൻറ്റു P of A given E2 ഡിവൈഡഡ് ബൈ താഴെ എല്ലാത്തിൻ്റെയും സം അല്ലേ, ടോട്ടൽ പ്രോബിലിറ്റി. തൽക്കാലം ഞാൻ P of A എന്ന് മാത്രം കൊടുത്തു. കുഴപ്പമില്ലല്ലോ, സ്റ്റെപ്പ് എഴുതണ്ടല്ലോ. വീണ്ടും ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് ആണേ. അപ്പോൾ P of E2 എത്രയായിരുന്നു? 35/100 ഇൻറ്റു 4/100 ബൈ ഇത് 345/10,000 അല്ലേ. 10,000 10,000 വെട്ടിപ്പോയി. ബാക്കി ഇനി വെട്ടിക്കളകളൊക്കെ വെട്ടിക്കളയാം കേട്ടോ. 35 5 7 പ്രാവശ്യം, 345 5 30 6, ബാക്കി 45 9 അല്ലേ. 74 28/69. ഇതല്ലേ ടീച്ചർ പറഞ്ഞേ? ആ 28/69. ഓക്കെ, ഇപ്പോൾ ഇതാണ് ആൻസർ കേട്ടോ. ആൻസർ ക്ലിയർ ആയി വിചാരിക്കുന്ന 28/69. ഇനി ഇത് എന്താ പറയുക, പോയിന്റിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്തോളൂ. അത് നിങ്ങളെ കഴിവ് പോലെ ഇരിക്കേ. ഓക്കെ, ഞാനൊക്കെ ഡിവിഷനൊക്കെ മറന്നുപോയി. കാൽക്കുലേറ്ററായിട്ട് കളിച്ചിട്ടേ 28 പോവില്ലല്ലോ. ഇങ്ങനെ 28/69 പോവില്ല. 0 ചേർക്കുന്നല്ലേ, പോയിന്റ് ഇടുന്നു. അങ്ങനെയൊക്കെ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, എത്ര യെസ്. ഓക്കെ, അതൊക്കെ എഴുതി പഠിച്ചോളൂ, ഡിവിഷനൊക്കെ പഠിച്ചോളൂ. കാരണം ചിലപ്പോൾ ഓപ്ഷനിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. അല്ലാണ്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ ഒന്നും ആയിരിക്കില്ലേ. അപ്പോൾ അതിനൊക്കെ നമ്മൾ സമയം കുറേ കളയും കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മളിപ്പോൾ കുറേ കാലങ്ങളായിട്ട് മക്കളെ പഠിപ്പിക്കുന്നു എന്നല്ലാതെ നമ്മൾ പഠിക്കുന്നില്ല. അതൊന്നും ആലോചിക്കുക അല്ലേ. മിക്കവരും ഏജൊക്കെ ലാസ്റ്റ് ചാൻസ് ഒക്കെ എഴുതുന്നവരാണ്. അപ്പോൾ മെമ്മറി പവറൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. ക്ലിയർ? അപ്പോൾ അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. വീണ്ടും പഴയ ലെവലിലേക്ക്, നമ്മൾ പഠിക്കുന്ന സമയത്ത് പുലികളായിരുന്നില്ലേ, ആ ലെവലിലേക്ക് തിരിച്ചു വരും കേട്ടോ. അല്ലേ, ഭയങ്കര ക്ലാസ്സിൽ ഫസ്റ്റും കോളേജിൽ ടോപ്പൊക്കെ ആയിരുന്നു നമ്മൾ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ പഴയ ഇതിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ജോലി കിട്ടും കേട്ടോ. അല്ലാണ്ട് അയ്യോ വയ്യ എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ലേ. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഒരു ഡോക്ടർ, അത് സിമ്പിളായിരുന്നു. ഞാനിത് ചെയ്യണോ എന്തെങ്കിലും പറയാം അല്ലേ, എഴുതാം. ഒരു ഡോക്ടർ ഒരു രോഗിയെ സന്ദർശിക്കുന്നു. മുൻകാല അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം ട്രെയിൻ, ബസ്, സ്കൂട്ടർ, മറ്റേതെങ്കിലും മാർഗം യാത്ര ചെയ്യാനുള്ള സാധ്യത തന്നിട്ടുണ്ട്. എത്രയാണ്? ട്രെയിനിൽ വരാനുള്ള സാധ്യത 3/10. ഓക്കെ, ബസ്സിൽ വരാനുള്ള സാധ്യത 1/5. അയാൾ സ്കൂട്ടറിൽ വരാനുള്ള സാധ്യത 1/10. വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ വരാനുള്ള സാധ്യത 2/5. ഇത്രയും ആൾ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഓക്കെ, ഇതിൽ തന്നെ അവർ ട്രെയിനിൽ വരികയാണെങ്കിൽ അയാൾ ലേറ്റ് ആവാറുണ്ട് ചില ദിവസങ്ങളിൽ. അപ്പോൾ ലേറ്റ് ആകാനുള്ള ചാൻസ് തന്നിട്ടുണ്ട്. ആ ട്രെയിനിൽ, ബസ്, സ്കൂട്ടർ എന്നീ മാർഗങ്ങളിൽ വരുമ്പോൾ അദ്ദേഹം വൈകാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1/4 ആണ്. ട്രെയിനിൽ വരുമ്പോൾ, ബസ്സിൽ വരുമ്പോൾ 1/3 ആണ്, സ്കൂട്ടറിൽ വരുമ്പോൾ 1/2 ആണ് എന്നിങ്ങനെയാണ്. പക്ഷേ മറ്റേതെങ്കിലും മാർഗത്തിലാണ് വരുന്നതെങ്കിൽ അദ്ദേഹം വൈകുകയില്ല. അതായത് ആ മറ്റുള്ള മാർഗത്തിൽ അയാൾക്ക് ലേറ്റ് ആവില്ല, 0 ചാൻസ് ആണ് കേട്ടോ. അയാൾ എന്തായാലും കറക്റ്റ് ടൈമിൽ എത്തിയിരിക്കും, 0 ചാൻസ് ആണ്. ക്ലിയർ ആയോ? പറഞ്ഞേ, ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ 1/12 ആയിരുന്നു അല്ലേ? സോറി, 1/12 ആണ്. 1/2. ഓക്കെ, 1/12 ആണ് കേട്ടോ. ഞാൻ 2 ആണെന്ന് വിചാരിച്ചു. ഓക്കെ, 2 ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹം വൈകി എത്താനുള്ള സംഭാവന എന്ത്? അപ്പോൾ ഒരെണ്ണം ടോട്ടൽ പ്രോബിലിറ്റി ആണ്. ഇനി അദ്ദേഹം വൈകിയാണ് വരുന്നതെങ്കിൽ ട്രെയിനിൽ വരാനുള്ള സാധ്യത എന്ത്? അപ്പോൾ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്തു, ഞാൻ കുറച്ച് സ്റ്റെപ്പ് കട്ട് ചെയ്യാണ്, നോക്കിക്കോളണം. സ്റ്റെപ്പ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണ്ട. എല്ലാവർക്കും ബോർഡ് കാണുന്നുണ്ടല്ലോ അല്ലേ? ഇന്നലെ ടീച്ചർ പറഞ്ഞ കറക്റ്റായിരുന്നു. അയ്യോ സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. എൻ്റെ സ്ക്രീന് കുറച്ച് താഴ്ന്നിട്ടായിരുന്നു. ഇപ്പോൾ താഴെ കാണാനില്ല, എഴുതിയതൊക്കെ കാണുന്നില്ല. ഞാൻ മോളിക്കായിട്ട് തന്നെ എഴുതാം കേട്ടോ. സ്റ്റാൻഡ് ചെറുതായിട്ട് ചെറിയ പ്രശ്നമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് തെറിച്ച് പോകുന്നതാണ്. യെസ്. അപ്പോൾ ഒന്നാമത്തെ സാധ്യത, അതായത് ഒന്നാമത്തെ ആളെ E1 എന്ന് വിളിച്ചു. അപ്പോൾ P of E1 ട്രെയിനിൽ വരുന്നതിന് E1. ഇനി സ്റ്റെപ്പ് കട്ട് ചെയ്യണേ.
സ്റ്റെപ്പ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ച് മനസ്സിലുണ്ടായാൽ മതി. E1 be the event he travelled by train. ഓക്കെ, അങ്ങനെ കൊടുക്കുക. E2 be the event he travelled by bus. E3 be the event travelled by scooter. E4 be the event travelled by any other option. ഓക്കെ, മനസ്സിലായല്ലോ? അതിൻ്റെ പ്രോബബിലിറ്റിന് P of E1, P of E2, P of E3, P of E എഴുതി. ഓക്കെ അല്ലേ? ഇനി എന്താണ് എ? അതാണ് ഇവിടുത്തെ ടേണിംഗ് പോയിന്റ്. വാട്ട് ഈസ് എ? എന്തായിരിക്കും എ? ഇവിടെ പറയുന്ന സ്പെഷ്യൽ കാര്യം എന്താണ്? ആ ഡോക്ടർ വൈകി വരുന്നു, ലേറ്റ് ആകുന്നു. മനസ്സിലായോ? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതാണ് നമ്മുടെ മെയിൻ, എന്താ പറയുക, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ എ ബി ദി ഈവൻറ്റ് ഹീ ഈസ് ലേറ്റ്, ഹീ വിൽ ബി ലേറ്റ്. എന്തായാലും കുഴപ്പമില്ല, അയാൾ ലേറ്റ് ആവാനുള്ളത് പ്രോബബിലിറ്റിനെ എ എന്ന് വിളിച്ചു. അപ്പോൾ P of A given E1 എന്ന് പറഞ്ഞാൽ അയാൾ ട്രെയിനിൽ വരുമ്പോൾ ലേറ്റ് ആകാനുള്ള പ്രോബബിലിറ്റി തന്നിട്ടുണ്ട് 1/4. P of A given E2 അയാൾ ബസ്സിൽ വരുമ്പോൾ ലേറ്റ് ആകാനുള്ള പ്രോബബിലിറ്റി 1/3. A given E3 അയാൾ സ്കൂട്ടറിൽ വരുമ്പോൾ ലേറ്റ് ആകാനുള്ള പ്രോബബിലിറ്റി 1/12. ആൻഡ് P of A given E4 അയാൾ അതർ ട്രാൻസ്പോർട്ടിൽ വരുമ്പോൾ, വേറെ ഏതെങ്കിലും മാർഗത്തിലാണ് വരുന്നതെങ്കിൽ അയാൾ ലേറ്റ് ആകില്ല. കാര്യം മനസ്സിലായോ? എളുപ്പമല്ലേ? പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ക്വസ്റ്റ്യനിലല്ലേ? ഇനി ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഹീ ഈസ് ലേറ്റ്? അയാൾ വൈകാനുള്ള സാധ്യത എന്ത് ചെയ്താൽ മതി? ഇതേ ഇൻറ്റു ഇതേ പ്ലസ് ഇതേ ഇൻറ്റു ഇതേ പ്ലസ് ഇതേ ഇൻറ്റു ഇതേ പ്ലസ് ഇതേ ഇൻ്റെത്. മനസ്സിലായോ? ടോട്ടൽ പ്രോബബിലിറ്റി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് മനസ്സിലായല്ലോ. എ ബി ദ ഇവൻറ്റ് ഹീ ഈസ് ലേറ്റ് എന്നല്ലേ നമ്മൾ എടുത്തത്? അയാൾ ലേറ്റ് ആകാനുള്ള പ്രോബബിലിറ്റി എ എന്നല്ല എടുത്തത്. അപ്പോൾ P of A എന്ന് പറഞ്ഞാൽ എന്താണ്? ലേറ്റ് ആകാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഈ 4 ചാൻസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇതും ട്രെയിനിൽ വരുന്നതും ലേറ്റ് ആകുന്നതും, ബസ്സിൽ വരുന്നതും ലേറ്റ് ആകുന്നതും, സ്കൂട്ടറിൽ വരുന്നതും ലേറ്റ് ആകുന്നതും, പിന്നെ അതർ ട്രാൻസ്പോർട്ടിൽ വരുന്നതും ലേറ്റ് ആകുന്നു. ഇവർ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യാൻ വിളിക്കുന്ന പേരാണ് ടോട്ടൽ പ്രോബബിലിറ്റി. ക്ലിയർ ആയോ? എളുപ്പമല്ലേ? അപ്പോൾ എന്ത് ചെയ്താൽ മതി നമുക്ക്? 3/10 ഇൻറ്റു 1/4 പ്ലസ്, ഞാൻ ഫോർമുല കട്ട് ചെയ്തേ, ഇനി 1/5 ഇൻറ്റു 1/3 പ്ലസ് 1/10 ഇൻറ്റു 1/12 പ്ലസ് 2/5 ഇൻറ്റു 0. അപ്പോൾ ലാസ്റ്റത്തെ രക്ഷപ്പെട്ടു. ഇത് വെട്ടിക്കളയാനൊന്നുമില്ലല്ലോ. അപ്പോൾ 3/40 പ്ലസ് 1/15 പ്ലസ് 1/120. ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ ഈ ടോട്ടൽ പ്രോബബിലിറ്റി മൾട്ടിപ്ലൈ ആണ്. പരസ്പരം മൾട്ടിപ്ലൈ ചെയ്തിട്ട് LC എടുത്ത് കാണാൻ നല്ലതായിട്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഓരോന്നിനെ ഡിവൈഡ് ചെയ്ത് കൂട്ടുന്നതിനേക്കാളും നല്ലത് എന്താണ്? 120. ഇതിലെല്ലാത്തിലും കോമൺ എത്ര? 120 കോമൺ അല്ലേ? 120 LC അല്ലേ? 120 എടുത്തു. 40നെ 120 ആവാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3 കൊണ്ട് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് 15 120 ആവാൻ എത്രയായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 മൾട്ടിപ്ലൈ ചെയ്താൽ 30 അല്ലേ? അപ്പോൾ 4 മൾട്ടിപ്ലൈ ചെയ്താൽ 60. അപ്പോൾ 8 മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ? 8 × 15 120. അപ്പോൾ 8 പ്ലസ് താഴെ 1, അപ്പോൾ 18/120 മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യുക. എത്രയാ? 3 6/20 എത്രയാ? എത്ര ആൻസർ കിട്ടി? 3/8. 3/6 ആയി. ഇവിടെ 2 പ്രാവശ്യം 20 അല്ലേ? വീണ്ടും 8 3/20 ആണ് ആൻസർ അല്ലേ? അപ്പോൾ ലാസ്റ്റ് ആൻസർ 3/20 അല്ലേ? 3 20 വെട്ടിപ്പോലോ. യെസ്, ഇതാണ് ആൻസർ ഇടാ. ഓക്കെ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അയാൾ ലേറ്റായിട്ട് വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. ലേറ്റായിട്ട് വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ പ്രോബബിലിറ്റി ഇതേ പ്ലസ് ഇത് കേട്ടോ. ഇനി അയാൾ വന്നത് ട്രെയിനിൽ ലേറ്റായി, ഓൾറെഡി ലേറ്റായി. ആ ലേറ്റായി വന്നത് ട്രെയിനിൽ നിന്നാവാനുള്ള സാധ്യത ചോദിക്കുമ്പോഴാണ് ട്രെയിൻ ഇതല്ലേ ഇതിൻ്റെ തലതിരിക്കുന്നത്. മനസ്സിലായോ? അതാണ് ബേസ് തിയറം. മനസ്സിലായ വ്യത്യാസം? ബേസ് തിയറവും ടോട്ടൽ പ്രോബബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? അയാൾ ട്രെയിനിൽ നിന്നാണ് ലേറ്റായി വന്നു ഓൾറെഡി. മനസ്സിലായോ? ലേറ്റായിട്ട് വന്നത് ട്രെയിനിൽ നിന്നാവാനുള്ള സാധ്യത ചോദിക്കുകയാണ് ചെയ്തേക്കണേ.
മനസ്സിലായോ? അയാൾ ഓൾറെഡി ലേറ്റ് ആയിട്ട് വന്നു. ആ വന്ന കാര്യം ട്രെയിനിൽ നിന്നാവാനുള്ള ചാൻസ് ഉണ്ട്. പി ഓഫ് E1 ഗിവണേ. അപ്പോൾ ന്യൂമറേറ്റർ എന്താണ്? പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 ഡിവൈഡഡ് ബൈ താഴെ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ടോട്ടൽ പ്രോബിലിറ്റി. പി ഓഫ് എന്ന് ഞാൻ കൊടുത്തിട്ടുള്ളൂ, കുഴപ്പമില്ലല്ലോ. ഇത് കേട്ടോ. അപ്പോൾ എത്ര വരിക? പി ഓഫ് E1 എത്രയായിരുന്നു? 3/10 ഇൻറ്റു 1/4 ഡിവൈഡഡ് ബൈ 3/20. ഇതും തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3/40 ഇൻറ്റു 20/3. 3 വെട്ടി, 4 വെട്ടി, ഇത് വെട്ടി 1/2 ആണ് ആൻസർ കിട്ടിയത്. 1/2 കേട്ടോ. ആൻസർ 1/2. അപ്പോൾ ശരിക്കും പറഞ്ഞത് ലെങ്ത് ഒന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ പഠിപ്പിച്ച് തരാനേ സമയമുള്ളൂ. പ്രോബ്ലം നിങ്ങൾക്ക് എക്സാമിന് ചെയ്യാൻ എളുപ്പമാണേ. വേറെ ഒന്നുമില്ല. കിട്ടുന്ന പ്രോബിലിറ്റി മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പല്ലേ ഉള്ളൂ. സാധാ കാൽക്കുലേഷനേ ഉള്ളൂ. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രോബബിലിറ്റി എന്നുള്ള യൂണിറ്റിൽ നിന്ന് വലിയ ഷോർട്ട് കട്ടുകളൊന്നും നമ്മൾ പഠിപ്പിക്കാനില്ല. എല്ലാ ആൻസറും ഷോർട്ട് കട്ട് തന്നെയാണ്. മനസ്സിലാവണുണ്ടോ? മറ്റേ മാത്സിൽ നമുക്ക് പല വലിയ പ്രോബ്ലംസോ ചെയ്യുമ്പോൾ പല തരികട സ്റ്റെപ്പുകളും ഷോർട്ട് കട്ടുകളൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ പ്രോബബിലിറ്റിയിൽ എനിക്ക് വലിയ ഷോർട്ട് കട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എല്ലാ ആൻസറും ചെറുത് തന്നെയാണ്. വലിയ മാരകമായിട്ടുള്ള ആൻസേഴ്സ് ഒന്നും ഇല്ല കേട്ടോ പ്രോബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ്. പക്ഷെ മനസ്സിലാക്കണേ, സ്റ്റെപ്പ് മനസ്സിലാക്കണേ. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്രയും സ്റ്റെപ്പൊന്നും ആവശ്യമില്ല. ഇതേൻ്റെ ഇതേ പ്ലസ് ഇതേൻ്റെ ഇതേ പ്ലസ് ഇതേൻ്റെ ഇതേ പ്ലസ് ഇതേൻ്റെ ഇത്. ഓക്കെ, അതാണ് ടോട്ടൽ പ്രോബിലിറ്റി. ബേസ് തിയറം പറയുമ്പോഴോ ഇതിനെ തലയിരിക്കുക. അപ്പോൾ അത് ന്യൂമറേറ്ററിൽ എഴുതുക ബൈ ടോട്ടൽ പ്രോബിലിറ്റി ഇടാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. മനസ്സിലായല്ലോ? അടുത്തേക്ക് പോവാണേ. ഇനി വരുന്ന ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്കൊരു സംശയം വന്നിരുന്നത് അല്ലേ? 7ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ ആണോ? അപ്പോൾ 2 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തേ. ഇപ്പോൾ ലേറ്റായിട്ട് വന്നവരോട് പറയുകയാണ്, ഞാൻ ബോർഡിൽ എഴുതുന്നതാണ് നിങ്ങൾക്ക് കാണാൻ നല്ലതെങ്കിൽ ആ ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യനെ ചെറുതാക്കിയിട്ട് എൻ്റെ വൈറ്റ് ബോർഡ് ഉള്ളതിനെ അവിടെ 3 ഡോട്ട് കാണുന്നല്ലോ, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂസ് ഇൻ ഫുൾ സ്ക്രീൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് തോന്നുന്നു. അതിൽ ഞെക്കി കഴിഞ്ഞാൽ ഞാൻ എഴുതുന്നത് വലുതായിട്ട് കാണും കേട്ടോ. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യനാണ്. ഇനിയുള്ള 2 ക്വസ്റ്റ്യനും കുറച്ച്. എ ബാഗ് കണ്ടെയ്ൻസ് 5 റെഡ് ആൻഡ് 3 ബ്ലാക്ക് ബോൾസ്. ഒരു ബാഗ് വരയ്ക്കുകയാണ്. എ ബാഗ് കണ്ടെയ്ൻസ് 5 റെഡ് ആൻഡ് 3 ബ്ലാക്ക് ബോൾസ്. 5 റെഡ് ആൻഡ് 3 ബ്ലാക്ക് ബോൾസ്. അനദർ ബാഗ് കണ്ടെയ്ൻസ് 4 റെഡ് ആൻഡ് 5 ബ്ലാക്ക് ബോൾസ്. Another red contains 4 red and 5 black balls. One bag is selected at random and draw 2 balls from it. ഇതിൽ ഏതോ ഒരു ബാഗ് എടുത്തു. ഇത് ബാഗ് 1ഉം ബാഗ് 2ഉം. മനസ്സിലായോ? ബാഗ് 1ഉം ബാഗ് 2ഉം. അതിൽ ഏതോ ഒരു ബാഗിൽ നിന്ന് 2 ബോൾ എടുത്തു. ഒരു ബോളല്ല എടുക്കുന്നത്, 2 ബോൾ എടുത്തു. Then the probability that 1 red and other is black. ഒരു റെഡും ഒരു ബ്ലാക്കും വരാനുള്ള പ്രോബിലിറ്റി. അപ്പം നേരത്തെ പറഞ്ഞ പോലെ E1 ബി ദി ഈവൻറ്റ് സെലക്ടിങ് ബാഗ് 1. ബാഗ് 1 എടുക്കുന്നതിനെ E1 എന്ന് വിളിച്ചു. E2 ബി ദി ഈവൻറ്റ് സെലക്ടിങ് ബാഗ് 2. രണ്ടാമത്തെ ബാഗ് എടുക്കുന്ന ഈവൻറ്റിനെ E2 എന്ന് വിളിച്ചു. വാട്ട് ഈസ് പി ഓഫ് E1? നമ്മുടെ കയ്യിൽ 2 ബാഗ് ഉണ്ട്. മനസ്സിലായോ? 2 ബാഗ് നമ്മുടെ കയ്യിലുണ്ട്. അതിലൊരു ബാഗ് എടുക്കാനുള്ള പ്രോബിലിറ്റി വളരെ സിമ്പിളാണ് അല്ലേ? 1/2. കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ പ്രോബിലിറ്റി ഗിവൺ ആയിരുന്നേ, ഇതിൽ തന്നില്ല. നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. 3 ബാഗ് ആയിരുന്നെങ്കിലോ 1/3, 1/3, 1/3. 4 ബാഗ് ആയിരുന്നെങ്കിൽ 1/4, 1/4, 1/4, 1/4 ഇടാ. ഇപ്പോൾ പി ഓഫ് E2 1/2 ആണ് ഇടാ. അത് 2 കഴിഞ്ഞു. ഇനി എന്താ ചോദിച്ചേക്കണേ? ഒരു കാര്യം കൂടി സ്പെഷ്യലായിട്ട് അവർ പറയുന്നുണ്ട്. എന്താ സ്പെഷ്യൽ കാര്യം പറയുന്നത്? എന്താ നമ്മൾ എടുക്കുന്നത്? 2 ബോൾ എടുക്കുന്നുണ്ട്. അതെന്താവാനാ ചോദിച്ചാണ് ക്വസ്റ്റ്യൻ. അതിൽ ഒരു റെഡും ഒരു ബ്ലാക്ക് വരണം. അപ്പോൾ അതാണ് നമ്മുടെ എ ബി ദി ഈവൻറ്റ് ടേക്കിംഗ് 1 റെഡ് 1 ബ്ലാക്ക് ബോൾ. 1 റെഡും 1 ബ്ലാക്കും എടുക്കുന്നതിനെ എ
എന്ന് വിളിച്ചു. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് 1 റെഡ് ആൻഡ് 1 ബ്ലാക്ക് അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പി ഓഫ് എ ഗിവൺ E1 കാണണം. എ ഗിവൺ E1 എന്താണ്? എ ഗിവൺ E1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ബാഗിൽ നിന്ന് ഒരു റെഡും ഒരു ബ്ലാക്കും എടുക്കണം. ഒന്നാമത്തെ ബാഗിൽ നിന്ന് ഒരു റെഡും ഒരു ബ്ലാക്കും എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്ത്? കാര്യം മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നാമത്തേൽ എത്ര ബ്ലാക്ക് ഉണ്ട്, എത്ര റെഡ് ഉണ്ട്? ടോട്ടൽ 5 റെഡില്ലേ? ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഞാനിനി നിങ്ങൾക്ക് ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞത്. ഇതേ മോഡൽ നമുക്ക് കൺഫ്യൂഷൻ ആകുന്നതാണ് കേട്ടോ. ഇതേ മോഡൽ ഞാൻ അധികം ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യിപ്പിച്ചില്ലായിരുന്നു. അതുകൊണ്ട് നമുക്കിന്ന് ഇതേപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യണം കേട്ടോ. 2 എണ്ണം എടുക്കുന്നത് 3 എണ്ണം എടുക്കുന്നൊക്കെ വരുമ്പോൾ കൺഫ്യൂഷനാണേ. അപ്പോൾ തുടങ്ങാം. അപ്പോൾ നോക്കുക, 5 റെഡ് ഉണ്ട്, അതിൽ നിന്ന് ഒരെണ്ണം എടുക്കേണ്ടുള്ളൂ. 5C1 ഇൻറ്റു, ഇനി 3 ബ്ലാക്ക് അല്ലേ പറഞ്ഞ്? 3 എണ്ണം 4 3 ബ്ലാക്ക് അല്ലേ? 3 ബ്ലാക്കിൽ നിന്ന് ഒരെണ്ണം എടുക്കണം. 5C1 ഇൻറ്റു 3C1. മനസ്സിലായോ പറഞ്ഞത്? നമ്മൾ എടുക്കുന്നത് 2 ബോളല്ലേ അല്ലേ? 2 ബോളാണ് നമ്മൾ എടുക്കുന്നത്, ശരിയാണോ? 2 ബോൾ നമ്മൾ എടുക്കുന്നുണ്ട് അല്ലേ? ആ 2 ബോളിൽ നിന്ന് ഒരാൾ റെഡ് വരണം. അപ്പോൾ ആ ഒരു റെഡ് നമ്മൾ എവിടുന്ന് എടുക്കുക? ഈ 5 പേരിൽ നിന്നല്ലേ അല്ലേ? അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ മതിയല്ലേ സാറേ എന്ന് പറഞ്ഞാൽ 5C1 വാല്യൂ 5 ആണ്. എന്തുകൊണ്ടാണ് 5C1 എന്ന് പറഞ്ഞാൽ താഴെ നമ്മൾ എടുക്കുന്നത് ടോട്ടൽ അല്ലേ? ഇതിൽ ടോട്ടൽ എത്ര ഉണ്ട്? ടോട്ടൽ 8 എണ്ണല്ലേ? അപ്പോൾ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 8 എണ്ണാണ്. അപ്പോൾ 8C2, 8ൽ നിന്ന് 2 എണ്ണമാണ് എടുക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കോമ്പിനേഷൻ എടുക്കുന്നത്. മനസ്സിലാവണുണ്ടോ? അതായത് n ആൾക്കാരിൽ നിന്ന് 6 പേരെ എടുക്കുന്നതിനെ പറയുന്ന പേരാണ് NCR. മനസ്സിലായോ? n ആൾക്കാരിൽ നിന്ന് 6 ആൾക്കാരെ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം, അതാണ് എന്ത്? NCR. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? അപ്പോൾ അത് ഇവിടെ യൂസ് ചെയ്യണം. ഇത് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എടുക്കുന്ന ആ ആൾക്കാരുടെ എണ്ണം 1ൽ കൂടുതലാകുമ്പോൾ. മനസ്സിലായോ? ഇവിടെ നമ്മൾ ഒരു ബോളാണ് എടുത്തെങ്കിൽ വളരെ സിമ്പിൾ 5/8 എന്ന് പറയാമായിരുന്നു. ഒരു റെഡ് ബോളാണെങ്കിൽ നമുക്ക് 5/8 എന്ന് പറയാമായിരുന്നു. മനസ്സിലായോ? ഒരു ബ്ലാക്ക് ആയിരുന്നെങ്കിലോ 3/8 പറയാം. പക്ഷേ ഇവിടെ അങ്ങനെയാണ് പറഞ്ഞത്. നമ്മളെടുത്തത് 2 ബോളാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ടോട്ടൽ എന്ന് പറഞ്ഞ ചാൻസ് 8C2 ആണ്. അതാണ് ഡിനോമിനേറ്ററിൽ എഴുതിയത്. പക്ഷെ ന്യൂമറേറ്ററിൽ എന്താ ചാൻസ്? 2ൽ നിന്നും ഒരെണ്ണം വെച്ചിട്ട് വേണം. മനസ്സിലാവുന്നുണ്ടോ? റെഡിൽ നിന്ന് ഒരെണ്ണം 5C1, ബ്ലാക്കിൽ നിന്ന് ഒരെണ്ണം 3C1, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ഇതൊന്ന് എഴുതാണ്. 5C1 വാല്യൂ 5C1 എന്ന് പറഞ്ഞാൽ 5, 3C1 എന്ന് പറഞ്ഞാൽ 3 ബൈ 8C2 എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു ഒരെണ്ണം കുറയ്ക്കുക 7/1 ഇൻറ്റു 2. ഇതാണ് ആൻസർ. ഒന്ന് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 ഇൻറ്റു 3 ഇൻറ്റു 1 ഇൻറ്റു 2/8 ഇൻറ്റു 7. അപ്പോൾ 8ഉം 2ഉം വെട്ടി, മുകളിൽ താഴെ 4. ഇനി ഒന്നും വെട്ടാനില്ലല്ലോ. അപ്പോൾ 15/74 28. 15/28 കിട്ടി. ഓക്കെ ആണോ? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? വീണ്ടും പറയണോ? ക്ലിയർ അല്ലേ? പി ഓഫ് എ ഗിവൺ E2 എന്ന് പറഞ്ഞാലോ, രണ്ടാമത്തേൽ നിന്ന് ഒരു റെഡും ഒരു ബ്ലാക്കും എടുക്കണം. മനസ്സിലായി പറഞ്ഞത്? അപ്പോൾ റെഡ് എത്ര ഉണ്ട്? 4 എണ്ണം. 4ൽ നിന്ന് 1 എടുത്തു ഇൻറ്റു 5ൽ നിന്ന് 1 എടുത്തു ബൈ 5 4 9 അല്ലേ, 9C2. ക്ലിയർ ആയോ? അപ്പോൾ 4C1 എന്ന് പറഞ്ഞാൽ 4, 5C1 എന്ന് പറഞ്ഞാൽ 5, 9C2 എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു ഒരെണ്ണം 2 വരുമ്പോൾ 2 എണ്ണം കേട്ടോ. 9 ഇൻറ്റു 8/1 ഇൻറ്റു 2. ഇവിടെ വന്നതിന് വെട്ടിക്കളല്ലേ. ഇവിടെ 4 വരും. ആ 4ഉം 4 വെട്ടി 5/9. ക്ലിയർ അല്ലേ? 5/9 കേട്ടോ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ടേക്കിംഗ് 1 റെഡ് ആൻഡ് 1 ബ്ലാക്ക് എന്നാണ്. അതായത് ഇതിൻ്റെ ടോട്ടൽ പ്രോബബിലിറ്റിയാണ് പി ഓഫ് എ അല്ലേ. 1 റെഡ് 1 ബ്ലാക്ക്, 1 റെഡ് 1 ബ്ലാക്ക് എടുക്കാനുള്ള പ്രോബിലിറ്റി എന്താണ്?
പി ഓഫ് എ കേട്ടോ. പറഞ്ഞ മനസ്സിലായോ? ഇത് പെട്ടെന്ന് നമുക്ക് ബേസ് സീറോന്ന് തോന്നിയില്ല അല്ലേ? അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. ഒരു റെഡ് ഒരു ബ്ലാക്ക് എടുക്കുന്ന തരത്തിലുള്ളൂ, അതിനെ പി ഓഫ് എന്ന് കൊടുത്തു. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തോ. എന്താ ഫോർമുല? പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 പ്ലസ് പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2. മൾട്ടിപ്ലൈ ചെയ്യുക. 1/2 ഇൻറ്റു 15/28 പ്ലസ് 1/2 ഇൻറ്റു 5/9. അപ്പോൾ 1/2 കോമൺ എടുക്കാൻ നല്ലത്. മൾട്ടിപ്ലൈ ചെയ്യുക. അതിൽ കോമൺ വരുന്ന 5-നെയും കോമൺ എടുത്തോ. മാക്സിമം കോമൺ എടുത്തു കഴിഞ്ഞാലേ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ എളുപ്പമായിരിക്കും. 3/28 പ്ലസ് 1/9 അല്ലേ? വീണ്ടും കോമൺ എടുക്കാമല്ലേ? 9 കോമൺ എടുക്കുക. വേണ്ട എത്ര മതി. ഇനി ഒന്ന് LCM എടുത്തേ. ഇപ്പോൾ 5/2 ഇൻറ്റു 9 27 പ്ലസ് 1/28 ഇൻറ്റു 9. 5/2 ഇൻറ്റു തെറ്റിയോ? ഇവിടെ 28 വരും അല്ലേ? 27 പ്ലസ് 28/28 ഇൻറ്റു 9 ശരിയല്ലേ? ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 34 35 വരുന്നേ. 40 48 55 അല്ലേ? 55/28 ഇൻറ്റു 9 മൾട്ടിപ്ലൈ ചെയ്തോളൂ കേട്ടോ. വേറെ ഒന്നും നോക്കണ്ട. 28 ഇൻറ്റു 9 മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര ആൻസർ കിട്ടി പറയാം? നമ്മൾ ഓപ്ഷനൽ ഇല്ലേ? ലാസ്റ്റ് ഓപ്ഷൻ കേട്ടോ. 2 ഇത് എത്ര വരാ? 28 ഇൻറ്റു 9. ഓക്കെ. 275/504. മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഓപ്ഷൻ വന്നത്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഒരിക്കലും ഇത് ബേസ് തിയറമാണെന്ന് ചിന്തിക്കാനൊന്നും തോന്നിയില്ല അല്ലേ? ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ 2-3 കേസുകൾ വരുമ്പോഴാണ് ഈ ടോട്ടൽ പ്രോബിലിറ്റി എന്ന് വരിക എന്ന് ആലോചിക്കുക കേട്ടോ. അതായത് ഒരുപോലത്തെ, അതാണ് ശ്രദ്ധിച്ചോണ്ടേ നമ്മുടെ ആ ഒരു എയിം ഡെഫിനിഷൻ കറക്റ്റായിട്ട് ആലോചിക്കുക. E1 E2 E3 എന്ന് പറയുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരേപോലത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും. അവരെല്ലാം കൂടി ചേരുമ്പോൾ നമ്മുടെ ടോട്ടൽ ഔട്ട്കം, ടോട്ടൽ സാമ്പിൾ സ്പേസ് കിട്ടുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റിനെ കൊണ്ടുപോയിട്ടുണ്ടാവുക. ഓക്കെ. ഇനി നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും എല്ലാവർക്കും കിട്ടിയില്ല എന്ന് പറഞ്ഞു. അതൊന്ന് ചെയ്യാം അല്ലേ? അതും കുറച്ച് ചിന്തിച്ചാൽ കിട്ടുന്ന ക്വസ്റ്റ്യനാണേ. അപ്പോൾ ആൻസർ എല്ലാം കിട്ടിയില്ല. മായിച്ചോട്ടെ, ചെയ്ത് നോക്കണേ. കിട്ടുന്നുണ്ടല്ലോ. നമ്മൾ നേരിട്ട് ലൈവിൽ അറ്റൻഡ് ചെയ്യുന്നവരുടെ എണ്ണം കുറവാണ് കേട്ടോ. ഇനിയല്ല, നാളെ എല്ലാവരും വിളിക്കണം. നേരത്തെ വിളിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും സ്കൂളിൽ വർക്ക് ചെയ്യുന്നവരാണ്. എന്താ പറയുക, സ്കൂളിലെ എക്സാമിൻ്റെ തിരക്കാണല്ലേ. +2-ലാണെങ്കിൽ ബോർഡ് എക്സാമും 10th-ലാണെങ്കിൽ റിവിഷൻ ക്ലാസ്സും എല്ലാം കൂടി ഭ്രാന്തായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും സെറ്റാവും. ഓക്കെ. അപ്പോഴേക്കും എക്സാമിൻ്റെ ഡേറ്റൊക്കെ തീരുമാനമാവും. യെസ്. നമുക്കപ്പോൾ അടുത്ത ക്വസ്റ്റ്യനാണ്. 4 ഓപ്ഷനിൽ നിന്ന് ശരിയുത്തരം തിരഞ്ഞെടുത്ത് എഴുതുവാനുള്ള ഒരു ചോദ്യത്തിന് സ്വന്തം അറിവ് ഉപയോഗിച്ചോ നോക്കി എഴുതിയോ ഊഹിച്ചോ ഒരാൾക്ക് ഉത്തരം എഴുതാം. അതായത് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം, നമ്മുടെ PSC എക്സാം 4 ഓപ്ഷൻ ഉണ്ടെന്ന് വെക്കുക. മനസ്സിലായോ? ആ എക്സാമിന് ഒന്നുകിൽ നോക്കി എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ചോദിച്ച് ആരുടെയെങ്കിലും നോക്കി എഴുതാൻ പറ്റും, ഊഹിച്ചെഴുതാൻ പറ്റും, അതുപോലെ സ്വന്തം പഠിച്ച അറിവ് വെച്ചിട്ട് എഴുതാനും പറ്റും. 3 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? സ്വന്തമായിട്ട് എങ്ങനെ വേണമെങ്കിൽ പേര് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടം പോലെ നമ്മൾ അവർ പറഞ്ഞ ഒരു ഓർഡറിൽ തന്നെ കൊടുക്കാം. ആദ്യം നോക്കി എഴുതുന്നതിനെ E1 എന്ന് വിളിച്ചു. E1 എന്ന് പറഞ്ഞത് നോക്കി എഴുതുന്നത്. മനസ്സിലായോ? E2 എന്ന് പറയുന്നത് ഊഹിച്ചെഴുതുന്നത്. ഓക്കെ. ഇവിടെ നോക്കി എഴുതുന്നത്. E1 എന്ന് പറയുന്നത് നോക്കി എഴുതുന്നത്. എൻ്റെ മലയാളമൊക്കെ കുറച്ച് പ്രശ്നമാണ്. നോക്കി എഴുതുന്നത്.
ഓക്കെ. E2 എന്ന് പറഞ്ഞാൽ ഊഹിച്ച് എഴുതുന്നത് കേട്ടോ. E3 എന്ന് പറഞ്ഞാൽ സ്വന്തം അറിവ് വെച്ച് എഴുതുന്നത്. സ്വന്തം അറിവ്, അതായത് പഠിച്ച് എഴുതുന്നത് കേട്ടോ. കറക്റ്റാണെന്ന് ഉറപ്പാക്കിയിട്ട് എഴുതുന്ന 3 ഓപ്ഷനല്ലേ ഉണ്ടാവുക. ഒന്നാമത് അടുത്തുള്ള നോക്കും, അല്ലെങ്കിൽ നമ്മൾ കറക്കി കുത്തും, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് എഴുതും അല്ലേ, അങ്ങനെ. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ഊഹിച്ചെഴുതാനുള്ള സംഭാവ്യത അവർ തന്നിട്ടുണ്ട് 1/3. അതായത് P(E2) ഊഹിച്ചെഴുതില്ല, എങ്ങനെ പറഞ്ഞത്, ഊഹിച്ചെഴുതാനുള്ള സംഭാവ്യത 1/3. ഊഹിച്ചെഴുതാനുള്ള സംഭാവ്യത 1/3, നോക്കി എഴുതാനുള്ള സംഭാവ്യത 1/6. ഓക്കെ. ഊഹിച്ചെഴുതാവുന്ന സംഭാവ്യത തന്നിട്ടുണ്ട് P(E2) തന്നിട്ടുണ്ട് 1/3, നോക്കി എഴുതുന്നതും തന്നിട്ടുണ്ട് P(E1) തന്നിട്ടുണ്ട് 1/6. ഓക്കെ. ഇനി നോക്കി എഴുതിയാൽ ശരിയുത്തരമാവാനുള്ള സംഭാവ്യത, അപ്പോൾ ശരിയുത്തരമാവുന്നതാണ് എ എന്ന് പറയുന്നത്. അത് മനസ്സിലായോ? ക്വസ്റ്റ്യൻ വായിച്ചവർക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ലേ, എല്ലാ പ്രോബ്ലത്തിലും ആ സ്പെഷ്യൽ കണ്ടന്റ് ഇല്ലേ, സ്പെഷ്യൽ കണ്ടന്റ്, അത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രോബ്ലമൊക്കെ ഏകദേശം ക്ലിയർ ആവും. ഇവിടെ പറയുന്ന സ്പെഷ്യൽ കണ്ടന്റ് എന്താണ്? ശരിയുത്തരമാകുന്നു എന്നതാണ് അല്ലേ. അത് ശരിയാകാനുള്ള, നമ്മൾ മാർക്ക് ചെയ്ത സാധനം ശരിയാകാനുള്ള സാധ്യതയാണ് ഇവിടെ എ. മനസ്സിലായല്ലോ? അപ്പോൾ എ ബി ദി ഈവൻ്റ് ശരിയുത്തരം ആവുന്നതാണ്. ശരിയുത്തരമാവുന്നതിന് എ എന്ന് കൊടുത്തു. ഓക്കെ. ശരിയുത്തരമാവുന്നത് കേട്ടോ, ആവുന്നത്. ഓക്കെ, എന്തായാലും കിടക്കട്ടെ. അപ്പോൾ ഒരെണ്ണം മാത്രമേ പറഞ്ഞിട്ടുള്ളേ, നോക്കി എഴുതിയാൽ ശരിയുത്തരമാവാനുള്ള സംഭാവ്യത തന്നിട്ടുണ്ട് 1/8. അപ്പോൾ P(A)(E1) ആണ് തന്നിരിക്കുന്നത് 1/8. അത് മാത്രമേ തന്നിട്ടുള്ളൂ, വേറെ ഒന്നും തന്നിട്ടില്ല. ശ്രദ്ധിച്ചോളേ, നോക്കി എഴുതിയാൽ ശരിയുത്തരമാവാനുള്ള സംഭാവ്യത, അതായത് A(E1) തന്നിട്ടുണ്ട്, വേറെ ഒന്നും തന്നിട്ടില്ല ആണെന്ന് കരുതുക. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ശരിയാണെങ്കിൽ, അയാൾക്ക് ഉത്തരം അറിയാമായിരുന്നു എന്നതിൻ്റെ സംഭാവ്യത, അതായത് ഇതിൻ്റെ തിരിച്ചിട്ടാം P(E3)(A) ആണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയുത്തരം അയാൾക്ക് അറിയാമായിരുന്നതിൻ്റെ സ്വന്തം അറിവിൽ അല്ലേ അറിയാമായിരുന്നു പറഞ്ഞ്, അയാൾക്ക് ഉത്തരം അറിയാമായിരുന്നു എന്ന് പറഞ്ഞാൽ സ്വന്തം അറിവിനെയാണ് ഉത്തരം അറിയാമായിരുന്നു എന്ന് പറഞ്ഞ മീനിങ്. ഉത്തരം അറിയാം, അതല്ലേ സ്വന്തം അറിവ്. മനസ്സിലായോ? സ്വയം പഠിച്ചതല്ലേ, ഉത്തരം അറിയാമെങ്കിലല്ലേ അയാൾ കറക്കുന്നത്. അങ്ങനത്തെ അത് E3(A) ആണ് ചോദിച്ചത്. അത് മനസ്സിലാക്കാനായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായല്ലേ. ഓക്കെ അല്ലേ? പക്ഷേ ഇതിൽ കുറച്ച് കാര്യങ്ങൾ മിസ്സിങ് ആണ്, അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ അല്ലേ. കുറേ കാര്യങ്ങൾ തന്നിട്ടില്ല. എന്താണ്? P(E3) നമുക്ക് തന്നിട്ടില്ലായിരുന്നു. മനസ്സിലായോ? അതെന്തായിരിക്കും P(E3)? അതൊരു കോമൺ സെൻസാണ്, കോമൺ ആയിട്ട് ചിന്തിച്ചാലേ കിട്ടുള്ളൂ, സാധാരണ ലെവലിൽ ചിന്തിച്ചാലേ കിട്ടുള്ളൂ. ഒരു പരീക്ഷയിൽ 3 ചാൻസ് ഉണ്ട്, 3 രീതിയിൽ നമുക്ക് എഴുതാം. ഒന്ന് നോക്കി എഴുതാം, സംഭാവ്യത തന്നിട്ടുണ്ട്, പ്രോബിലിറ്റി തന്നിട്ടുണ്ട് 1/6. രണ്ടാമത്തേതോ ഊഹിച്ചെഴുതാം, അതിൻ്റെ പ്രോബിലിറ്റി തന്നിട്ടുണ്ട് 1/3. മൂന്നാമത്തേത് സ്വന്തം അറിവ്, എനിക്കറിയാം, ഞാൻ അറിയുന്ന ഓപ്ഷൻ എഴുതുന്നു. മനസ്സിലായോ? എനിക്കറിയാം, കറക്റ്റാണെന്ന്, അതിൻ്റെ ആൻസർ എനിക്കറിയാം. അതാണ് മൂന്നാമത്തെ സാധനം. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല P(E3). അത് കാണാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഔട്ട്കം 1 അല്ലേ. ഈ മൂന്ന് രീതിയും കൂടി ചേരുമ്പോൾ 1 കിട്ടണ്ടേ? അപ്പോൾ 2 എണ്ണം തന്നെങ്കിൽ മൂന്നാമത്തെ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 1 - 1/6 + 1/3 ചെയ്താൽ മതിയില്ലേ? ഇവർ രണ്ടുപേരും കൂട്ടിയിട്ട് ഒന്നിൽ നിന്ന് കുറച്ച് ആ ചാൻസ് കിട്ടില്ലേ? അത്രേ ഉള്ളൂ. മനസ്സിലായോ? അതായത് ഇത് രണ്ടും കൂടി കൂട്ടുക, 1/6 + 1/3 കൂട്ടുക, അത് 1 - അത് ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത്. ഇത് 3ഉം കൂടി കൂട്ടുമ്പോൾ നമ്മുടെ സാമ്പിൾ സ്പേസ് വരും P(S1) ആണ്. മനസ്സിലായോ? P(E1) + P(E2) + P(E3) എപ്പോഴും കൂട്ടുമ്പോൾ എന്ത് വരണം? 1 വരണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ചെയ്ത പ്രോബ്ലമൊക്കെ അങ്ങനെയാണ് കേട്ടോ. എല്ലാ പ്രോബ്ലംസും നമ്മൾ കൂട്ടുമ്പോൾ ആൻസർ 1 വരണം. മനസ്സിലായി? ടോട്ടൽ പ്രോബിലിറ്റി വരണം അല്ലേ. 3 ചാൻസ് അല്ലേ ഉള്ളൂ. അതായത് നോക്കി എഴുതാൻ ഒരു ചാൻസ്, ഊഹിച്ചെഴുതാൻ പിന്നെ ഒറ്റയ്ക്ക് എഴുതുന്നത് അല്ലേ. ഈ 3 ചാൻസ് കൂടി കൂട്ടുമ്പോൾ ടോട്ടൽ പ്രോബിലിറ്റി 1 വരണം. അപ്പോൾ 1 - ഇത് രണ്ടും കുറച്ചാൽ മതി കേട്ടോ. അപ്പോൾ 1 - ഇത് എത്ര വരിക? 1/6 + 2/6.
1 മൈനസ് 3/6 അല്ലേ. 1 മൈനസ് 1/2 ഈക്വൽ ടു 1/2. 1/2 അല്ലേ കിട്ടിയേ? 1/2 കിട്ടി അല്ലേ. ഇനി ഇവിടെ ഉള്ളതാണ് കണ്ടുപിടിക്കാനുള്ള അടുത്ത് നോക്കിക്കോണല്ലേ. ഇത് ഈ 3 എണ്ണം ശ്രദ്ധിക്കുക. ഇത് കാണുന്നുണ്ടോ? എന്താണ്? പി ഓഫ് എ ഗിവൺ E2 കണ്ടുപിടിക്കണം, പി ഓഫ് എ ഗിവൺ E3 കണ്ടുപിടിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യണം? നമുക്ക് പി ഓഫ് എ ഗിവൺ E1 തന്നിട്ടുണ്ട്, എ ഗിവൺ E2, എ ഗിവൺ E3. അതായത് ശരിയുത്തരം ശരിയാകാനുള്ള സാധ്യതയാണ്. ഉത്തരം ശരിയാവുന്നത് ഊഹിച്ചെഴുതിയാൽ എത്ര ചാൻസാണ്. നമ്മളെല്ലാവരും നോക്കി ഇങ്ങനെ കറക്കി കുത്താറുണ്ട് അല്ലേ ചില പരീക്ഷകളൊക്കെ. ദയവ് ചെയ്ത് PSC എക്സാമിന് കറക്കി കുത്തരുതേ. മനസ്സിലാവുന്നുണ്ടോ? ഭാഗ്യം എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കില്ല കേട്ടോ. അതായത് ഇപ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ് പറയുന്നത്. ഇപ്പോഴത്തെ HSC എക്സാമിന് 40 എണ്ണം ഞാൻ ഏകദേശം മാർക്ക് ചെയ്തതാണ്. 40 ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടി. ഏകദേശം 38 എണ്ണം ശരിയായിരുന്നു തോന്നുന്നു. പിന്നീട് മനസ്സ് പറയാം ഒരു 50എങ്കിലും വരണ്ടേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ചുമ്മാ അവസാനം വീണ്ടും ഒരു 10 കൂടി കറക്കി കൊത്തി. ആ 10 നെഗറ്റീവ് അടിച്ചിട്ടാണ്. ഓക്കെ, അങ്ങനെ 10 ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആകുമ്പോൾ 10 പോരാ, ഞാനൊരു 60 ക്വസ്റ്റ്യനാണ് മാർക്ക് ചെയ്ത് തോന്നുന്നു. കുറേ ഉണ്ട് നെഗറ്റീവ് അടിച്ചെന്നേ. അങ്ങനെ ഒറ്റയടിക്ക് കുറേ മാർക്ക് കണ്ട് കുറഞ്ഞു. അങ്ങനെയാണ് 32ലേക്ക് എത്തിയത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു കൊള്ളേ. നമ്മുടെ ഊഹിച്ചെഴുതാനുള്ള സംഭവത്തിൽ നമുക്ക് തൽക്കാലം വേണ്ട കേട്ടോ, കറക്കി കുത്തരുതേ. ഓക്കെ, അറിയാമെങ്കിൽ മാത്രം എഴുതുക, അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്ക് അടിക്കും. അത് ഉറപ്പിച്ചോളൂ. ഭാഗ്യം നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഭാഗ്യപരീക്ഷണം നിൽക്കണ്ട കേട്ടോ. PSC എക്സാമിന് ഭാഗ്യപരീക്ഷണം ചെയ്യണ്ട, മനസ്സിലാക്കി കറക്റ്റായിട്ട് എഴുതാം. ചില HSST എക്സാമിന് 2 വർഷം മുമ്പത്തെ 2013 12 കട്ട് ഓഫ് വന്നിട്ടുണ്ട് കേട്ടോ. അത്രയും ടഫ് എക്സാം നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത് ഞാൻ പോളിയിൽ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്തത്. അപ്പോൾ അവിടുത്തെ ടീച്ചർ പറഞ്ഞു, ടീച്ചർക്ക് 17 മാർക്ക് അത്രേ ഈ അസിസ്റ്റൻറ്റ് പ്രൊഫസറുടെ എക്സാമിന് ഫിസിക്സിൽ അങ്ങനെ വന്നത്. എന്നിട്ട് അവർക്ക് ജോലി കിട്ടി. അപ്പോൾ കറക്കി നമ്മൾ ക്വസ്റ്റിൻ്റെ എണ്ണം ശരിയാക്കുന്നതല്ല കേട്ടോ. മനസ്സിലായി? ക്വസ്റ്റിൻ്റെ ആ ഒരു ലെവൽ കൂടും തോറും നമ്മൾ ഊഹിച്ചെഴുതാനുള്ള സംഭവത്തിൽ കുറയ്ക്കുക, ഊഹിച്ചെഴുതണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. എ ഗിവൺ E2 ഊഹിച്ചെഴുതാൻ അപ്പോൾ എത്ര ചാൻസേ ഉള്ളൂ? 4 ഓപ്ഷൻ ഉണ്ടല്ലേ, ഒരെണ്ണല്ലേ ശരിയാവുള്ളൂ. അപ്പോൾ ചാൻസ് എത്രയാണ് ഊഹിച്ചെഴുതുന്നത്? 1/4 അല്ലേ? ഒരു ചാൻസേ ഉള്ളൂ. 4 എണ്ണത്തിൽ ഒരു ചാൻസേ ഉള്ളൂ. ഊഹിച്ചെഴുതിയാൽ ശരിയാകാനുള്ള ചാൻസ് 1/4 ആണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ക്ലിയറായോ പറഞ്ഞേ? അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലായിരുന്നു. ഊഹിച്ചെഴുതാനുള്ള സംഭാവ്യത ശരിയാകാനുള്ള ചാൻസ് ശ്രദ്ധിച്ചോളേ, ശരിയാകാനുള്ള ചാൻസ് 1/4 ആണ്. 4ൽ ഒരു ചാൻസേ ഉള്ളൂ. നമ്മൾ ഓപ്ഷൻ എ മാർക്ക് ചെയ്ത് തെറ്റിപ്പോയി, അപ്പോൾ ഒരു ചാൻസ് പോയില്ലേ. ഓപ്ഷൻ ബി മാർക്ക് ചെയ്ത് തെറ്റിപ്പോയി, അപ്പോൾ 2 ചാൻസ് ഇല്ലേ. ഓപ്ഷൻ സി തെറ്റിപ്പോയി. ഓപ്ഷൻ 3 എണ്ണം കഴിഞ്ഞില്ലേ. ഓപ്ഷൻ ഡി ആണ് ശരി, അപ്പോൾ ഒരു ചാൻസ് അല്ലേ ഉള്ളൂ അല്ലേ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ 4 ഓപ്ഷനുള്ള മൾട്ടിപ്പിൾ ചാൻസിൽ ശരി ഉത്തരമാവാൻ, അതായത് കറക്കി കുത്തിയാൽ ഒരു ഓപ്ഷനേ ചാൻസ് ഉള്ളൂ കേട്ടോ. 1/4. അപ്പോൾ എന്താണ് പി ഓഫ് എ ഗിവൺ E2 മനസ്സിലായോ? 1/4 എന്ന് ഡൗട്ടില്ലല്ലോ. മൂന്നാമതും തന്നിട്ടില്ല. നമുക്ക് ഉത്തരം അറിയാം എങ്കിൽ ശരിയാകാനുള്ള ചാൻസ് എത്രയാണ്? അതെൻ്റെ കേസിൽ തെറ്റാണ് കേട്ടോ അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല, കഥയിൽ ചോദ്യമില്ല കേട്ടോ. എനിക്ക് ഉത്തരം അറിയാം, മനസ്സിലായോ? അത് ശരി ഉത്തരമാകാനുള്ള ചാൻസ് എത്രയാണ്? നിങ്ങൾ തന്നെ പറഞ്ഞോ. 1 ആണ് കേട്ടോ, 1. പക്ഷെ PSC എക്സാമിന് ഈ ഒരു ചാർജ് ശരിയല്ലേ? എനിക്ക് ഉത്തരം അറിയാമായിരുന്നു, മാർക്ക് ചെയ്ത സാധനം മാറിപ്പോയിട്ടാ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻ കൂടി ശ്രദ്ധിച്ചോളണേ. നമ്മൾ ആൻസറൊക്കെ കണ്ടുപിടിക്കും, എന്നിട്ട് ആൻസർ ഷീറ്റിൽ എന്ത് ചെയ്യും? ഞാൻ PSCക്ക് കേസല്ല, നമ്മുടെ ആൻസറിൻ്റെ നമ്മൾ OMRൻ്റെ കോപ്പി എടുക്കാനൊക്കെ അപേക്ഷ കൊടുത്തിട്ടാണ്. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു എനിക്ക് 33 മാർക്ക് ഉണ്ടെന്ന് ഉറപ്പിച്ചു ഇപ്പോൾ എക്സാം വന്നപ്പോൾ. അപ്പോൾ ഞാൻ എന്നിട്ട് OMRൻ്റെ കോപ്പിക്കും ആൻസർ ഷീറ്റ് റീചെക്കിങ്ങിനൊക്കെ കൊടുത്തു. പൈസ ഒക്കെ അടച്ചിട്ട് അങ്ങനെ ഓപ്ഷൻ ഉണ്ട് ഇപ്പം അങ്ങനെ പുതിയ ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അവർ OMRൻ്റെ കോപ്പിയൊക്കെ അയച്ചു തന്നു കേട്ടോ. ഓക്കെ, അപ്പോഴാണ് മനസ്സിലായി ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമേ ടിക്ക് ചെയ്തിട്ടുള്ളൂ, അത് ആൻസർ ഷീറ്റിൽ OMR ഷീറ്റിലേക്ക് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്തോളേ, എപ്പോഴും അതും ഒന്ന് ശ്രദ്ധ ഉണ്ടായിക്കോളാ.
നമ്മൾ ആൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ OMR കറക്റ്റായിട്ട് തന്നെയല്ലേ മാർക്ക് ചെയ്തെന്ന് കൂടി ശരിക്കും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ സാധനം എൻ്റെ കേസിൽ ശരിയായിരുന്നില്ല എങ്കിൽ നമുക്ക് ഈ പ്രോബ്ലത്തിൽ എന്താണ് ഉത്തരം അറിയാമെങ്കിൽ അത് ശരി ഉത്തരമാകാനുള്ള ചാൻസ് എത്രയാണ്? ഒരു ചാൻസാണ്. ഓക്കെ അല്ലേ? ഫുൾ മാർക്കാണ് അല്ലേ? 4/4 ആണ്, അതായത് 1 ആണ്. ഓക്കെ ആണോ? അപ്പോൾ ഈ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ കിട്ടിയില്ലേ? മനസ്സിലായോ? ക്വസ്റ്റ്യനിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ക്ലിയർ? ഡൗട്ട് ഉണ്ട് ഏതെങ്കിലും? ഓക്കെ, ഇനി നമുക്ക് എളുപ്പമല്ലേ? ഇനി എന്താ ക്വസ്റ്റ്യൻ? ഉത്തരം ശരിയായിരുന്നു എങ്കിൽ, ഉത്തരം ശരിയാണെങ്കിൽ അത് അയാൾക്ക് ഉത്തരം അറിയാമായിരുന്നു എന്നതിൻ്റെ സംഭാവന എന്ത്? അതായത് ഈ പറഞ്ഞതിൻ്റെ തലതിരിക്കുന്നത് P(E3) given A അയാൾക്ക് അറിയാമായിരുന്നിട്ട് അയാൾ ശരിയാക്കി എന്നത് വരാനുള്ള ചാൻസ് ഉണ്ട്. ബേസ് തിയറമാണ് കേട്ടോ. എന്താ ഫോർമുല? P(E3) ഇൻറ്റു P(A) given E3 ഡിവൈഡഡ് ബൈ P(E1) ഇൻറ്റു P(A) given E1 പ്ലസ് P(E2) ഇൻറ്റു P(A) given E2 പ്ലസ് P(E3) ഇൻറ്റു P(A) given E3. ക്ലിയർ ആയോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത്രയും സ്റ്റെപ്പൊക്കെ നമുക്ക് സമയമൊന്നുമില്ലാട്ട് ഇത്രയും ചിന്തിക്കാനൊക്കെ പെട്ടെന്ന് എഴുതണേ. അതിനാണ് ഞാൻ പറഞ്ഞ കുറേ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ 1/6 ഇൻറ്റു 1/8 പ്ലസ് 1/3 ഇൻറ്റു 1/4 പ്ലസ് 1/2 ഇൻറ്റു 1. അയ്യോ സോറി, അത് ഡിനോമിനേറ്റർ അല്ലേ. ന്യൂമറേറ്ററിൽ എന്താണ്? ന്യൂമറേറ്ററിൽ 1/2 ഇൻറ്റു 1 മാത്രം അല്ലേ. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്തോളൂ. അതാണ് ഏറ്റവും പ്രശ്നം കേട്ടോ. നമുക്ക് കൂട്ടാനും കുറയ്ക്കാനൊന്നും അറിയില്ല, അതാണ് പ്രശ്നേ. 1/6 48 അല്ലേ? 8 40 6 48. ഓക്കെ, ഇനി മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ പഠിക്കേണ്ടി വരും. 1/12 പ്ലസ് 1/2. മാക്സിമം ചെറുതാക്കുക. ഒരു 1/2 കോമൺ എടുത്ത് വെട്ടി കളഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ 1 ആയി അല്ലേ? ശരിയല്ലേ? മാക്സിമം ചെറുതാക്കി ഇവിടെ എല്ലാത്തിലും 1/2 കോമൺ അല്ലേ? 1/2 പോട്ടെ, വെട്ടിക്കളഞ്ഞു കേട്ടോ. 1/2 ഫ്രണ്ടിലേക്ക് ഇട്ടു, വെട്ടിക്കളഞ്ഞു. അപ്പോൾ 1/24 പ്ലസ് 1/6 പ്ലസ് 1. അപ്പോൾ അതൊന്ന് വെട്ടിപ്പോയി. ഇനി ഇവിടെ എൽസി എടുത്താൽ മതില്ലേ? 24 കൊണ്ട് എൽസി എടുത്തോ. 1 പ്ലസ് 24 കൊണ്ട് എൽസി എടുത്തു. 6നെ 24 ആവാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 4 പ്ലസ് 24/24. അപ്പോൾ 24/28 29 അല്ലേ? 24/29. ഇതാണ് ആൻസർ കേട്ടോ. ഓക്കെ ആണോ? ആർക്കെങ്കിലും കിട്ടിയോ? കൂട്ടലും കുറയ്ക്കലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. 28 29 അല്ലേ? കറക്റ്റാണ്. 24 മുകളിലേക്ക് പോയി. ശരിയല്ലേ? 24/29. മാക്സിമം സിമ്പിളാക്കാൻ നോക്കാം കേട്ടോ. കൂടുതലായിട്ട് കാൽക്കുലേഷൻസ് ഒക്കെ വരുമ്പോൾ മാക്സിമം സിമ്പിളാക്കാൻ വേണ്ടി ശ്രമിച്ചോളണേ. ഈ പ്രോബബിലിറ്റിയുടെ കേസിൽ ഫുൾ പോയിൻറ്റിൻ്റെ കളികളായിരിക്കും. ചിലപ്പോൾ ഇത് 0 പോയിൻറ്റ് സംതിങ് ഒക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ ഒന്നും നോക്കണ്ട, 24 ഹരിക്കാൻ അറിയാലോ. പണ്ടത്തെ ഹരണമൊക്കെ ഒന്ന് ചെയ്ത് നോക്കോളൂട്ടാ. ഓക്കെ, ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ്. ഇനിയിപ്പോൾ വേണ്ടാന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ പ്രോബബിലിറ്റിയുടെ ആൻസറൊക്കെ പോയിൻ്റ് ആയിട്ടായിരിക്കും കൊടുക്കേണ്ട. 0.023 എല്ലാം ഇപ്പോഴും ആൻസർ 1 പോയിൻ്റ് ഒന്നും വരില്ലേ. 0 പോയിൻ്റ് മാത്രമേ പ്രോബബിലിറ്റിയുടെ ആൻസർ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാനുണ്ട് കേട്ടോ. ഇത് ഓക്കെ ആണോ? ഇനി ആർക്കും ഡൗട്ടില്ലല്ലോ? ആരൊക്കെ ക്ലാസ്സിൽ വന്നിരിക്കുന്നു നോക്കട്ടെ, ഒരു മിനിറ്റ്. ഞാൻ നോക്കാറില്ല ഇന്ന്. ഓക്കെ, ഓക്കെ 5 പേരുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി വിചാരിക്കുന്നു അല്ലേ? വായിക്കട്ടെ. എല്ലാവർക്കും 24/29 കിട്ടിയോ? ഞാൻ പറഞ്ഞതല്ലാതെ നിങ്ങൾക്ക് കിട്ടിയോ? ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് അറിയാനാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് +2 ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇപ്രാവശ്യത്തെ +2 ബോർഡ് എക്സാമിന് വരുമെന്ന് ഞാൻ എൻ്റെ ക്ലാസ്സിലെ പിള്ളേരോട് പറയുന്നൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. ഓക്കെ, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ക്വസ്റ്റ്യൻ. ഒരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യനാണ്. +2കാർക്ക് പറ്റിയൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. സപ്പോസ് എ ഗേൾ ത്രോസ് എ ഡൈ. ഒരു ഗേള് ഒരു ഡൈസ് എറിഞ്ഞു. ഡൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏണിയും പാമ്പും കളിക്കുന്ന കട്ട.
അല്ലേ? ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞ കോണിയും പാമ്പും കളിക്കുന്നത് കേട്ടോ, പാമ്പും കോണി. ഓക്കെ, അത് എടുത്ത് എന്ത് ചെയ്തു? ത്രോ ചെയ്തു. അപ്പോൾ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്? 1 2 3 4 5 6 ശരിയല്ലേ? 1 മുതൽ 6 വരെയുള്ള ചാൻസ് ഉണ്ട്. ഇഫ് ഷീ ഗെറ്റ്സ് 5 or 6, ആ കുട്ടിക്ക് 5 or 6 കിട്ടുകയാണെങ്കിൽ, ആ കുട്ടിക്ക് 5 or 6 കിട്ടുകയാണെങ്കിൽ ഷീ ടോസസ് എ കോയിൻ 3 times. ടോസസ് എ കോയിൻ 3 times and check whether it and count the head. എന്നിട്ട് ഹെഡിനെ എന്ത് ചെയ്തു? നോട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാനൊന്ന് നോക്കുകയാണ് ആ കുട്ടി എന്താണ് ചെയ്യുക. 3 കോയിനും 3 പ്രാവശ്യം ഹെഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിലോ ഒരു ഹെഡ് ഒരെണ്ണം ടെയിൽ വെച്ചിട്ട്, അപ്പോൾ എച്ച് ടി എച്ച് ടി എച്ച് എച്ച് പിന്നെ എച്ച് ടി ടി 2 ടെയിൽ വെച്ചിട്ട് ടി എച്ച് ടി 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 എച്ച് ടി ടി ടി. അപ്പോൾ ഇതാണ് ഓപ്ഷൻ. ശ്രദ്ധിച്ചോളണേ. എന്തപ്പോൾ ഉണ്ടായത്? ഒരു കുട്ടി ഒരു ഡൈസ് എറിഞ്ഞ് ത്രോ ചെയ്യുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഡൈ ഇട്ടു. അപ്പോൾ എനിക്ക് 6 വീണ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇടത് കയ്യിൽ ഒരു കോയിൻ എടുത്ത് 1 2 3 പ്രാവശ്യം ടോസ് ചെയ്യും. ഞാൻ വീണ്ടും ഡൈ ഇട്ടു. അപ്പോൾ എനിക്ക് 6 കിട്ടുന്നതെങ്കിലോ ഞാനപ്പോൾ വീണ്ടും ഒരു കോയിൻ എടുത്തിട്ട് 1 2 3 പ്രാവശ്യം ടോസ് ചെയ്തു. ഇതാണ് പറഞ്ഞത്. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഇനി എന്താ പറയുന്നത്? ഇഫ് ഷീ ഗെറ്റ്സ് 1 2 3 4, ഇഫ് ഷീ ഗെറ്റ് 1 2 3 or 4, ഈ 4 ഏതെങ്കിലുമാണ് കിട്ടുന്നതെങ്കിൽ ഷീ ടോസസ് എ കോയിൻ വൺസ്. ആ കുട്ടി ഒരിക്കലേ ടോസ് ചെയ്യുള്ളൂ. മനസ്സിലായോ? അപ്പോൾ എസ് സാമ്പിൾ സ്പേസ് എത്ര വരിക? ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബ്ലം. മനസ്സിലായോ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? എന്താ ചെയ്തത്? നമ്മളൊരു ഡൈ ഒരു പ്രാവശ്യം ടോസ് ചെയ്ത് കഴിഞ്ഞാൽ 5 or 6 കിട്ടിയാൽ ആ കുട്ടി 3 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യും. 1 കിട്ടിയാൽ 1 പ്രാവശ്യം ടോസ് ചെയ്യുള്ളൂ, 2 കിട്ടിയാലും 1 പ്രാവശ്യം ടോസ് ചെയ്യുള്ളൂ, 3 കിട്ടിയാലും 4 കിട്ടിയാലും 1 പ്രാവശ്യം ടോസ് ചെയ്യുള്ളൂ. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ടോസൊക്കെ കഴിഞ്ഞു. ഇഫ് ഷീ ഒബ്റ്റെയിൻ എക്സാക്ട്ലി 1 head, എക്സാക്ട്ലി 1 head, ഒരേ ഒരു ഹെഡാണ് കിട്ടുന്നത്. എക്സാക്ട്ലി 1 head. If she obtained exactly 1 head, what is the probability that she threw 1 2 3 or 4? 1 2 3 or 4 ആണ് ആ കുട്ടി ഇടാനുള്ള ചാൻസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ 3/8, 1/2, 8/11, 1/11. ഇതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? നിങ്ങൾക്ക് എന്നെ ചെറുതായിട്ട് തോന്നി തുടങ്ങിയോ എന്താണ് ഇതിൻ്റെ ഹിൻറ്റുകളെന്ന്? എന്തായിരിക്കും ഓപ്ഷനെ? അല്ല സോറി, E1 ബി ദി ഈവൻ്റ് സെലക്ടിങ് 5 or 6. സോറി, ഗെറ്റിംഗ് 5 or 6. 5 or 6 കിട്ടുന്നതിന് E1 എന്ന് വിളിച്ചു. 1 2 3 4 കിട്ടുന്നതിന് E2 എന്ന് വിളിച്ചു. എങ്കിൽ എ എന്ന് പറഞ്ഞ എന്താണ്? എ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി 1 head കിട്ടുന്നതാണെന്ന് പറഞ്ഞു. മനസ്സിലായോ? എളുപ്പമല്ലേ കാര്യങ്ങൾ? ക്ലിയർ ആവണില്ലേ? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ക്ലിയർ ആവണില്ലേ? അപ്പോൾ പി ഓഫ് E1 എന്താ? 5 or 6 കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഒരു ഡൈസ് അല്ലേ എറിയുന്നത്? 5 വരാൻ ചാൻസ് എത്രയാണ്? 1/6 അല്ലേ? 6 വരാൻ ചാൻസ് അതോ 1/6. 5 or 6 വരാനുള്ള ചാൻസ് എത്രയാണ്? 2/6. മാക്സിമം വെട്ടിക്കളയാതിരിക്കുക. ഓക്കെ, പി ഓഫ് E2 എന്താണ്? 1 2 3 4 കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? 4/6. മനസ്സിലാവുന്നുണ്ടോ? പി ഓഫ് E1 എന്ന് പറഞ്ഞാൽ 2/6, പി ഓഫ് E2 എന്ന് പറയുന്നത് 4/6. എങ്ങനെ 4/6 കിട്ടിയത്? 1 വരാൻ ഒരു ചാൻസ് 1/6, 2 വരാൻ ഒരു ചാൻസ് 1/6, 3 വരാൻ ഒരു ചാൻസ് 1/6, 4 വരാനും ഒരു ചാൻസ് 1/6. അപ്പോൾ ഇത് 4 വരാനുള്ള ചാൻസ് എത്രയാണ്? 4/6. എളുപ്പമല്ലേ? മനസ്സിലായി? 4 കൂടി കൂട്ടിയാൽ മതി ഇടാ. ഓക്കെ, അപ്പോൾ അതൊക്കെ. ഇനി എന്താ പറഞ്ഞിരുന്നത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് എക്സാക്ട്ലി 1 head? എക്സാക്ട്ലി ഒരു ഹെഡാണേ. അപ്പോൾ അത് എ എന്ന് എടുത്തു കഴിഞ്ഞാൽ എ ഗിവൺ E1, അതിൻ്റെ അർത്ഥം എന്താ? എ ഗിവൺ E1ൻ്റെ മീനിങ് എന്താ? 5 or 6 കിട്ടുന്ന സമയത്ത്, അതായത് എക്സാക്ട്ലി ഒരു ഹെഡ് വരണം. ഏത് കേസിൽ? ഒന്നാമത്തെ കേസിൽ എക്സാക്ട്ലി ഒരു ഹെഡ് വരുന്നത് ഏതൊക്കെയാണ് നോക്കുക. എക്സാക്ട്ലി ഒരു ഹെഡ് വരുന്നത് ഇതല്ലേ? ഇത് 3 അല്ലേ? എച്ച് ടി ടി
THT TTH. അതിൽ ഒരു ഹെഡ് വന്നേക്കണേ അപ്പോൾ 3 ആണ് ഔട്ട് ഓഫ് 8. അപ്പോൾ 3/8. മനസ്സിലായോ? P of A given E2. രണ്ടാമത്തെ കേസിൽ എക്സാക്ട്ലി ഒരു ഹെഡ് കിട്ടാൻ എത്ര ചാൻസ് ഉണ്ട് നോക്കുക. എത്ര ചാൻസ് ഉണ്ട്? ഒരു ചാൻസ് അല്ലേ? 1/2. അപ്പോൾ ഈ സാധനങ്ങൾ ഇൻറ്റു ചെയ്യല്ലേ നമ്മുടെ ടോട്ടൽ പ്രോബിലിറ്റി. ക്വസ്റ്റ്യൻ ടോട്ടൽ പ്രോബിലിറ്റി അല്ല കേട്ടോ. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഷീ ത്രൂസ് 1 2 3 4. ഇത് വരാനുള്ള ചാൻസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് P of E2 given A. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മനസ്സിലായോ? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത്? P of E2 given A. കേട്ടോ, ക്ലിയർ അല്ലേ? ഓക്കെ, P of E2 given A. അപ്പോൾ എന്താണ് ബേസ് തിയറം അല്ലേ? എന്താണ് P of E2 ഇൻറ്റു P of A given E2 ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രോബിലിറ്റി P of. ഞാൻ സ്റ്റെപ്പ് ഒന്ന് കട്ട് ചെയ്യണേ. P of E2 അതായത് 4/6 ഇൻറ്റു 1/2 ഡിവൈഡഡ് ബൈ 2/6 ഇൻറ്റു 1/2 പ്ലസ് 4/6 ഇൻറ്റു 1/2. ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ എന്തിനാണ് വെട്ടിക്കളയതെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഡിനോമിനേറ്റർ കോമൺ ആണല്ലേ. അപ്പോൾ ഡിനോമിനേറ്ററിനെ 4 സൈഡിൽ നിന്ന് വെട്ടിക്കളഞ്ഞു. ബാക്കി മുകളിൽ 4/2 പ്ലസ് 4. അപ്പോൾ ആൻസർ 4/6. ആ 3/8 അല്ലേ? സോറി 3/8 അല്ലേ? 2/6 ഇൻറ്റു 3/8. സോറി, ഞാൻ വിചാരിച്ചു 1/6 അല്ലല്ലോ. അപ്പോൾ ഇതിന് കോമൺ ആയിട്ട് വെട്ടിക്കളയാൻ പറ്റില്ല. ശ്രദ്ധിച്ചോണ്ടേ, കോമൺ ആയിട്ട് വെട്ടാൻ പറ്റില്ല. 6 മാത്രമേ ക്യാൻസൽ ആയി പോകണുള്ളൂ അല്ലേ? എല്ലാത്തിനും കോമൺ ഉള്ള 6 അല്ലേ? അപ്പോൾ ഈ 2ഉം 4ഉം വെട്ടി ഇവിടെ എത്രയാണ്? 4 വരും. ഒന്ന് സ്റ്റെപ്പ് കട്ട് ചെയ്യണ്ടേ. ഇപ്പോൾ 4/2 ഇവിടെ വെട്ടല്ലേ, മുകളിൽ 2 വരും. 2/3/4 പ്ലസ് ഇവിടെ 2 അല്ലേ? 2/3 പ്ലസ് 8/4. 8/11 അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? 8/11 അല്ലേ? എല്ലാവർക്കും 8/11 അല്ലേ കിട്ടിയേ? 8/11 ആണ് കേട്ടോ ഓപ്ഷൻ. ഓക്കെ, 8/11. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഞാൻ നോക്കി വെച്ചത്. ഇത്രയും മാത്രമല്ല കേട്ടോ ക്വസ്റ്റ്യൻ. +2ൻ്റെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഒരു 22 ക്വസ്റ്റ്യനോളം കിടക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ തൽക്കാലം ഓരോ ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് അയച്ചു തരട്ടെ. നിങ്ങൾ ചെയ്ത് നോക്കല്ലേ നല്ലത്. തനിയെ നമ്മൾ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങളങ്ങനെ അല്ലെങ്കിൽ ഒരു ക്ലാസ് കൂടി നമുക്ക് എടുക്കേണ്ടി വരും ഈ ബേസ് തിയറാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ തനിയെ ചെയ്ത് നോക്കേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ നോട്ട് ചെയ്തിട്ട് ഞാൻ അയച്ചു തരാം. ഏതായാലും കുഴപ്പമില്ല ഓപ്ഷൻ. ഓക്കെ, ഞാൻ നോട്ട് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ഹാൻഡ് റൈറ്റിംഗ് കുറച്ചൊരു മോശമെന്ന് എൻ്റെ മനസ്സിങ്ങനെ പറയുന്നുണ്ടേ. ഇത് ടൈപ്പ് ചെയ്തുണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ക്രീനിലേ ഇത് ടൈപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ P of കണ്ടോ, ഈ സാധനങ്ങളൊക്കെ എങ്ങനെ ടൈപ്പ് ചെയ്യാൻ ആലോചിച്ചൊക്കെ. അതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ എഴുതിയ എന്തായാലും ഒരു നോട്ട് ഞാൻ ചെയ്ത് അയച്ചു തരാം. ഓക്കെ, അതേപോലത്തെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ചെയ്ത പ്രോബിലിറ്റിയിൽ നിന്ന് മാത്രമേ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ കയ്യിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കൂടിയിട്ട് ഒരു 100-500 ക്വസ്റ്റ്യൻസ് ഉണ്ട് തോന്നുന്നു പ്രോബിലിറ്റിയിൽ നിന്ന് മാത്രം. അപ്പോൾ ഞാൻ എന്തായാലും ഓരോ ദിവസം ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടുതരാം. നിങ്ങളെല്ലാം വർക്കൗട്ട് ചെയ്യാം. പക്ഷെ നിങ്ങളങ്ങനെ വർക്കൗട്ട് ചെയ്യില്ല, അതാണ് ഒരു പ്രശ്നം. ഇല്ലല്ലോ അല്ലേ? അങ്ങനെ നല്ല സംഭവങ്ങളൊന്നും നമുക്കില്ലല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒരു മിനിറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. അടുത്ത ക്ലാസ് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.